சார் டீ சாப்பிடுங்க சார். இவங்களை கோர்ட்ல ப்ரொடியூஸ் பண்ணணும் இல்லையா? அதே. ஏயா அந்த பசங்களுக்கு எதுவும் கொடுத்தியா? ஆமாங்க ஐயா, கொடுத்தாச்சு. சரி. போலாமா சார்? வாங்க. ஹலோ. உங்க நாட்டில் மட்டும் ஏன் இவ்வளவு கொலைகள் நடக்குது? யங்ஸ்டர்ஸ் தான் எல்லாத்துலயும் அக்யூஸ்டா இருக்காங்க. பொலிட்டிக்கல் மர்டர்ஸ் தான் ரொம்ப ஜாஸ்தி. நான் சொல்றது கரெக்ட் தானே? அது ஜோனல் ஹோம்க இங்கேயும் நிறைய ஜாஸ்தி இருக்கு. ஆனா ரொம்ப ஸ்ட்ரிக்ட். யாரும் தப்பிக்க முடியாது. കുട്ടികളല്ലേ സാറേ, പാറി നടക്കേണ്ട പ്രായത്തിൽ അടച്ചിടുകയല്ലേ. അവർക്കൊരു അവസരം കിട്ടുമ്പോ അവര് കൂടിന് വെളിച്ചാടും. ഓ വാങ്ങ സാർ. போலாமா சார்? താങ്ക് യു സാർ. சரி சார். ഓക്കെ ஓகே. കാണാം. ചാക്കിനെ വെച്ചത് ഓക്കിനെ കൊണ്ടു അല്ലേ സാറേ? മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ തുടങ്ങി. ഇത് നമുക്ക് പണിയാ സാറേ. നമുക്ക് പണിയുണ്ടാക്കാനല്ലേ കള്ളനും കൊലയാളിയൊക്കെ. ഇവരില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ പണി? അതും ശരിയാ. ഇയാൾ പറയണ പോലെ ഒന്നുമല്ലട്ടാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓർമ്മ വച്ച കാലം മുതൽ വേറൊരു ലോകത്തായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങയെന്ന് വെച്ചാൽ ആരോരും ഇല്ലാത്ത കുറേ പിള്ളേർ. ഇവിടെ എന്നെപ്പോലെ വേറെയും പാവം പിടിച്ച കുറേ എണ്ണങ്ങളുണ്ട്. ബീഡിമത്തായും ചട്ടൻ നസീറും മാമോയും ഒക്കെയാണ് ഇവിടുത്തെ കിലാടികൾ.
ഈ കാണുന്നൊക്കെ ഉമാരുടെ ചെറിയ നമ്പറുകളാണ്. ഇവനാണ് അനന്തൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടൻ നമ്പുരാനാണ്. കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാണ്ടല്ല, അല്ല കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ഇവർ ഈ എത്തി നോക്കി കാണുന്നതേ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ചവിട്ട് നാടകത്തിലൊരു സീനാണ്. സൂപ്രണ്ടും കെയർ ടേക്കറുമാണ് മെയിൻ, മറ്റ് കഥാപാത്രങ്ങളാവുന്നത് ഞങ്ങൾ. മൊട്ടനിടിയായിരുന്നു സാർ. എല്ല് പൊട്ടിയവൻ്റെ ഒച്ച കേട്ടോ എന്നൊരു ഡൗട്ട്. ഇന്നലത്തെ ഇവരെ ഇടി വെച്ച് നോക്കുമ്പേ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ട്. ഇങ്ങനെ പോയാലേ ഇവരിവിടെ തന്നെ തമ്മിൽ തല്ലി ചാവും. ചാവട്ടടോ, അതോടെ തീരില്ലേ തലവേദന. തെരുവിൽ എത്ര പട്ടികൾ കടിച്ചു കയറി ചാവുന്നു, ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇതിപ്പോൾ ഗതികേടിന് നമ്മുടെ ഡ്യൂട്ടിയായി പോയില്ലേ? ഇത് തുടങ്ങി വെച്ചതേ ഇവനാ, രാജു. നല്ല കാഞ്ഞ വിത്താണ് സാറേ. ഇങ്ങനെ പോയാലേ ഈ ഹോമ കൊണ്ടായി മാറും. നമ്മക്കും കിട്ടും പണി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല സാറേ. ഇവന്മാരെ നന്നാക്കാൻ നിന്നാ നമ്മൾ വിടക്കാവത്തേ ഉള്ളൂ. ഒക്കെ പിഴച്ച വയറ്റിൽ ജനിച്ചതല്ലേ. എടുക്കട്ടെ. എടുക്ക്. നിന്റെ വില്ലത്തരങ്ങൾ അനന്തമായി നീളുകയാണല്ലോ. എന്താ ഇയാളിതേ തുടങ്ങി. ഇടക്കിടക്ക് കിട്ടണോണ്ട് ഞങ്ങൾക്കിത് പുത്തിരിയൊന്നുമല്ല. ഇതിനൊരു അവസാനം വേണ്ടേ? പണി തന്നേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ നിനക്കൊറ്റയ്ക്ക് ഞാനൊരു റൂം തരാം. നിനക്കത് കിടന്ന് പൂണ്ട് വിളയാടാം. സൂര്യപ്രകാശം പോലും കാണാതെ അതിൽ കിടന്ന് നിറയിക്കണോ? ആ, നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷയില്ലെന്ന് നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ബോധ്യമാവുന്നത്. മൊട്ടേന്ന് വിരിഞ്ഞപ്പോഴേ തുടങ്ങി കള്ളും കഞ്ചാവ് കച്ചോടും. നിന്നെ സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ച ഏമ്മമാർ വിചാരിച്ചു ഇവിടെ വന്നാൽ നീ അങ്ങ് നന്നായി പോവുമെന്ന്. നിന്നെ ഇതുപോലെ തിരിച്ചയക്കാനും ഞാൻ വിചാരിച്ചാൽ മതി. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. കുണ്ടി പൊള്ളിക്കാൻ തയ്യാറായിക്കോ. ഒറ്റൊന്നിൻ്റെ സ്വഭാവം കൊള്ളില്ല. വെടക്കായി പോണ്ടാന്ന് വിചാരിച്ച് ഇത്തിരി സ്നേഹം കൊടുക്കാന്ന് വിചാരിച്ചാൽ അതിനിട്ട് താല്പര്യമില്ല. എങ്ങനെ നന്നാവാനാ? ഈ തൊഴുത്തിലല്ലേ വളരുന്നത്. വൃത്തിയായിട്ട സാധനങ്ങൾ നന്നാക്കാൻ പോകുമ്പോ തൊഴുത്തിന് ചവിട്ട് കൊള്ളാണ്ട് നോക്കണേ സുഗണ. ഞാൻ ഇന്നു മുതൽ നല്ല കുട്ടിയാണ്. ഞാൻ ഇന്നു മുതൽ തെറി പറയില്ല. അഴിക്കണ്ട, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഒന്ന് പോടാ. അതെ, എന്നും മര തല്ലി മേടിച്ച് ഇവിടെ തന്നെ കഴിയാന്നാണ് നിങ്ങളുടെ വിചാരം? എടാ, നമ്മുടെ കുണ്ടി പഴിപ്പിക്കാനാണ് ഇവിടുത്തെ ഏമ്മമാർക്ക് ശമ്പളം കൊടുക്കണത്. ഈ മതിൽ കടന്നു കിട്ടിയ നമ്മ രക്ഷപ്പെട്ടു മച്ചാനെ. അല്ല, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? രക്ഷപ്പെട്ടാൻ നമ്മൾ ഇങ്ങോട്ട് പോവാനാ? ഇതിലും വലിയ ജയിലിൽ നിന്ന് ആളുകൾ ചാടാനല്ലേ? അതിനൊക്കെ വഴിയുണ്ടാവും അല്ലേ? വഴിയില്ലെങ്കിൽ ഉണ്ടാക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതവും. അവിടെ സൂപ്രണ്ടില്ല, ചന്തി ഒഴിപ്പിക്കുന്ന ചോറിലും ഇല്ല. പുറത്തെത്തിയിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം വിടാൻ.
പുറത്തെത്തണവരെ ശ്വാസം പിടിച്ചിരിക്കാൻ വേണ ചത്തുപോകണ പടെ. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. ആ വിജയിനെ പോലെ ആവണം. ഓ പിന്നൊരു അടിച്ചുപൊളി ജീവിതം അല്ലടാ. പിന്നെ നിന്നെ കാത്തിന്റെ പുറത്ത് സിനിമാക്കാരിക്ക് ഊന്നിക്കല്ലേ. ഒന്ന് പോടാപ്പ. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന 8ന്റെ പണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്താ ഞങ്ങൾക്ക് ആ പിടിവള്ളി കിട്ടിയത്. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ലഡ്ഡു പൊട്ടി. നിങ്ങൾ ഈ ഹോം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ആ ജുവനൈൽ ഫെസ്റ്റിന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർക്കാ? എന്ത് വെറുതെ ബസ്സിൽ അങ്ങോട്ടും പോയി ബസ്സിൽ ഇങ്ങോട്ടും വന്ന് ഞാനൊരു കോപ്പം കണ്ടില്ല. ബസ് അതൊരു ഓടുന്ന മതിലല്ലായിരുന്നോ? നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ നല്ല പുറത്ത് അതൊരു വേറെ ലോകം കെട്ടിയേ. അങ്ങോട്ട് ഇറങ്ങി കളിക്കണം, എന്നാ പച്ച പിടിക്കും. എന്തേ റെഡി അല്ലേ? 100 വട്ടം സമ്മതം അല്ലേ? ഡാ പറഞ്ഞല്ലോ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം റെഡിയാണ്. മിണ്ടായിരിക്കും എന്താണത് 10 ഇലക്കെട്ടത്തിന്റെ പെട്ടിക്കട വെച്ചേക്കണ പോലെ. അപ്പങ്ങൾ പിന്നെയും കമ്പനി ആയി. പിന്നെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന വഴിയാണ്. മോന് ലഡ്ഡു വേണം ഉദ്ഘാടനത്തിന്റെ. നീ ഇവിടെ വന്നി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കറണ്ട് കട്ടാ. പിന്നെ എവിടെയാ വിളിച്ചിട്ടുണ്ടാവുക? വേനൽക്കാലത്താണെങ്കിൽ ഡാമിൽ വെള്ളമില്ല എന്നുള്ള പരാതിയാ. ഉള്ള വെള്ളമാണെങ്കിൽ തുറന്നിട്ട് വേസ്റ്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താന്നല്ലാണ്ട് എന്താ പറയാ? അല്ല പിന്നെ ഡാമിലെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇവിടുത്തെ കറണ്ട് ഇങ്ങനെ തന്നെയാ. മിന്നാമിനിങ്ങനെ പോലെ ഓരോ അലക്കമ്മല കൂട്ടും. നാശം പോകാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ ആരോട് പറയാനാ? കംപ്ലൈന്റ് ഒരു കാര്യത്തിൽ ആരോടും പറയാൻ പറ്റും. ഇനി ഇങ്ങോട്ടൊന്നും മടുത്ത് ശരിക്കും മടുത്ത്. നീ ഭാഗ്യവാനാ, ശരിക്കും ഭാഗ്യവാനാ. നിന്നെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ആളിവിടെ ക്യൂ നിൽക്കുക.